ഹായ് ഫ്രണ്ട്സ്, നമുക്ക് എങ്ങനെ ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇതിന് നമ്മൾ പിൻട്രസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. പിൻട്രസ്റ്റ് എന്ന ആപ്പിലാണ് നമ്മൾ ഇന്ന് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ്. സോ നമ്മൾ ഇതാണ് ചൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ പിൻട്രസ്റ്റിൽ കയറുക. അവിടെ ഒരു പ്ലസ് ഐക്കൺ കാണും. അത് ക്ലിക്ക് ചെയ്താൽ ഒരു ഇൻ്റർഫേസ് തുറന്നു വരും. അത് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് സെർച്ച് ചെയ്യാം. അതായത് നിങ്ങൾ എന്തൊക്കെയാണോ മാനിഫെസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ അതിൽ പോയി സെർച്ച് ചെയ്ത് നമ്മുടെ ആ ഇൻ്റർഫേസിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ 2026 എന്തൊക്കെ ഗോളുകളാണോ അച്ചീവ് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത് ആ ഗോൾസിൻ്റെയൊക്കെ ഓരോരോ ഫോട്ടോസോ എന്തെങ്കിലും ആയിട്ട് നമുക്ക് അതിൽ നിന്ന് സെർച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഈ വിഷൻ ബോർഡിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്തൊക്കെയാണോ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കണം. എന്തൊക്കെയാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നമ്മൾ എന്തൊക്കെയാണോ അച്ചീവ് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് ചെയ്യാം. അവർക്ക് ട്രിപ്പായിരിക്കും, ചിലർക്ക് സ്റ്റഡി അച്ചീവ് ചെയ്യാനായിരിക്കും, അതായത് എക്സാമൊക്കെ കംപ്ലീറ്റ് ചെയ്യണം, നമുക്ക് സപ്ലി എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ചിലർക്ക് മണി അച്ചീവ് ചെയ്യാനായിരിക്കാം, ചിലർക്ക് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വാങ്ങണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. വാട്ട് എവർ യു വിഷ് അതൊക്കെ സെർച്ച് ചെയ്തിട്ട് നമ്മൾക്ക് ആ വൈറ്റ് ബോർഡിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഗോൾസിലേക്ക്, അതായത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് വെച്ച കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തണം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു കണ്ടൻറ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ ആവശ്യമുള്ളത് പുതിയ പുതിയ കൊളാബസിനെ കിട്ടണം, അതേപോലെ തന്നെ ന്യൂ ക്യാമറ വാങ്ങണം, അതേപോലെ അതിലേക്ക് എത്തിപ്പെടാനുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലായിട്ട് വിഷ് ചെയ്യുന്നത്. സോ അതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് അതുപോലത്തെ തിങ്സ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനുള്ള കാര്യങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ കോളേജ് സ്റ്റുഡൻ്റ് ആണ് ഉണ്ടെങ്കിൽ അതിന് കൂടെ തന്നെ ഒരു ബിസിനസ്സും കൂടി വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാൻ പാർട്ട് ടൈം ജോബ്, അങ്ങനെ എക്സ്ട്രാ ഒരു ഇൻകത്തിനുള്ള സോഴ്സും കൂടി അതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം, നമ്മൾ വിഷൻ ബോർഡ് ഉണ്ടാക്കി വെച്ചാണ്ട് അത് നോക്കിയിരിക്കുകയല്ല വേണ്ടത്, നമ്മളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിലേക്ക് എത്തിച്ചേരാനുള്ള കാര്യങ്ങൾ കൂടി ചെയ്യണം. ഇന്നിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു, ഇനി 2 മാസം കഴിഞ്ഞിട്ടാവും എന്ന് വിചാരിച്ച് നിൽക്കരുത്. നമ്മൾ അത് ഡെയിലി അതിന് ഫോളോ അപ്പ് ചെയ്ത് വരണം. അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ 2026.